യെസ്, ശ്രീമതി ദീപ അനിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീമതി ദീപ, ഭാരതത്തിന് ശക്തമായ സുസജ്ജമായ പ്രതിരോധ സംവിധാനമുണ്ട്. രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുന്ന വിധ്വംസക ശക്തികളെ അമർച്ച ചെയ്യാനുള്ള കരുത്ത് നമുക്കുണ്ട്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവരെ സർജിക്കൽ സ്ട്രൈക്കിലൂടെ നേരിട്ട അനുഭവവും നമുക്കുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നേതാവും തെലങ്കാന മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡിക്ക് സംശയമുണ്ടാവാനുള്ള കാരണം എന്താണ്? സ്വന്തം നാടിൻ്റെ ശക്തിയിൽ വിശ്വാസമില്ലാത്തവരാണോ തങ്ങളെ അധികാരത്തിലെത്തിക്കണമെന്ന് വോട്ടർമാരോട് ആവശ്യപ്പെടുന്നത്? 6 പതിറ്റാണ്ടോളം രാജ്യം ഭരിച്ച കോൺഗ്രസ് നമ്മുടെ ആജന്മ ശത്രുക്കൾക്ക് മുന്നിൽ അടിയറവ് പറയുന്ന സമീപനം സ്വീകരിച്ചതിൻ്റെ കെടുതികളല്ലേ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്? അവരോട് തുടർന്നും സന്ധി ചെയ്യണമെന്ന നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസിൻ്റെ ദൗർബല്യമല്ലേ വെളിപ്പെടുത്തുന്നത്? ചോറ് ഇവിടെയും കൂറ് അവിടെയും, ഇത്തരമൊരു സമീപനം ആശാസ്യമാണോ? ഈ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. ഏതൊക്കെ തലങ്ങളിലേക്കാണ് ഒരു പ്രസ്താവനയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഞാനിവിടെ ഞങ്ങളുടെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഖണ്ഡിച്ച് ഓരോ ഖണ്ഡങ്ങളായിട്ട് കൊണ്ടുവന്ന് ഇവിടെ അതിന് ഒരു ഇൻ്റർപ്രിറ്റേഷൻസ്, നിങ്ങളുടേതായിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻസ് ഒക്കെ കൊടുത്തത് ഞാനിവിടെ കേട്ടു. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടതാണ്, കോൺഗ്രസ് ജനങ്ങളെ പീഡിപ്പിക്കുന്നു, ഭീതിപ്പെടുത്തുന്നു, പാകിസ്ഥാന് വേണ്ടി സംസാരിക്കണം, പാകിസ്ഥാനോട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഈ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷനെ നേരിടുമ്പോൾ 10 വർഷം ഭരിച്ച ഒരു പാർട്ടിയുടെ പ്രധാനമന്ത്രിയാണ്. കഴിഞ്ഞ 5 വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെക്കുറിച്ച്, നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് യാതൊന്നും പറയാനില്ല. പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർ അനൗദ്യോഗികമായി പറയുന്ന ചില കാര്യങ്ങൾ, അതും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, എനിക്ക് തോന്നുന്നു അന്ന് മണിശങ്കർ അയ്യർ പറയുന്ന സമയത്ത് അത് ജനം TV-യിൽ പോലും അത് വന്നിട്ടുണ്ടാവില്ല, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച്. കാരണം അതൊരു പേഴ്സണൽ ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ പാർട്ടിയുടെ ഒരു വക്താവായിട്ടാണ്. ഔദ്യോഗികമായിട്ട് പാർട്ടിയെക്കുറിച്ച് സംസാരിക്കുക, പാർട്ടിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടുകളെക്കുറിച്ച് പറയുന്ന ഒരു വക്താവായിട്ടാണ് ഞാനിവിടെ വരുന്നത്. തീർച്ചയായിട്ടും അത് കോട്ട് ചെയ്യപ്പെടുന്നത് പാർട്ടിയുടെ തീരുമാനങ്ങളായിട്ടായിരിക്കും. അതേസമയം ഞാനൊരു പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ എവിടെയെങ്കിലും പറയുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാവും പറയുക. എനിക്ക് വ്യക്തിപരമായ പല കാഴ്ചപ്പാടുകളുണ്ടാവും. അതിൽ തന്നെ ശ്രീ മണിശങ്കർ അയ്യർ പറഞ്ഞതും ശ്രീ രേവന്ത് റെഡ്ഡി പറഞ്ഞതും 2 കാര്യങ്ങൾ. രേവന്ത് റെഡ്ഡി പറഞ്ഞത് എന്താണ്? പുൽവാമ ആക്രമണം നടക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ജവാന്മാർക്ക് ഒരുക്കിയിരുന്നില്ല എന്നാണ്. പോലെയുള്ള സുരക്ഷാ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ എന്തുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തില്ല? എന്തുകൊണ്ട് ആ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്ത സുരക്ഷിതത്വ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞതും ഒന്നും കാര്യമായിട്ടെടുക്കാതെ കൃത്യമായ ഒരു നമ്മുടെ ജവാന്മാരുടെ ജീവന് വില കൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിനുശേഷം ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായോ, അതൊരു ഫേക്ക് ആയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നോ എന്ന് പോലും ഇന്നും അവ്യക്തത തുടരുകയാണ്. ഇന്നും പലരും സൈന്യത്തിൽ നിന്നുള്ളവർ, വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ, വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് വിരമിച്ചവർ പോലും അതിൻ്റെ അവ്യക്തതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നും അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഇന്ന് ശ്രീ രേവന്ത് റെഡ്ഡി പ്രസംഗത്തിൽ പറഞ്ഞത്. മണിശങ്കർ അയ്യർ പറഞ്ഞത് എന്താണ്? ഒരു ഭ്രാന്തൻ്റെ കയ്യിൽ വലിയൊരു ആയുധം ഇരുന്നാൽ ഏത് നേരത്ത് ഉപയോഗിക്കണമെന്നറിയാത്ത, സെൻസ് ഇല്ലാത്ത ആളുകളുടെ കയ്യിൽ ആണവായുധം ഇരിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു സമയത്ത് അവരെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒരു രീതിയിൽ നമ്മുടെ ഒരു കുട്ടിയുടെ കയ്യിൽ അപകടകരമായിട്ടുള്ളൊരു കത്തിയോ ഒരു തോക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അപകടകരമായിട്ടുള്ള സാധനങ്ങൾ കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുക? അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുക, അവരെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ ചിലപ്പോൾ അതിനപ്പുറമുള്ള ഒരു ഇത് വരും. അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു നയത്തിൽ പെരുമാറണമെന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടിയെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പത്രവാർത്ത വന്നതിൽ കോൺഗ്രസ് പാർട്ടി അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാടല്ല അത്. അല്ല ശ്രീമതി ദീപ, ഇപ്പൊ സാം പിട്രോഡ ആ കാര്യം മാസങ്ങൾക്ക് ശേഷം ഇന്ന് പ്രധാനമന്ത്രി എന്തിനാണ് എടുത്തത് എന്നുള്ളതാണ് എനിക്ക് എടുത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ. ഒരു പ്രധാനമന്ത്രിയെ ജനങ്ങൾ കേൾക്കുന്നത് എന്തിനാണ്? അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. രാജ്യത്തിന്റെ വികസനം 10 വർഷത്തെ, അല്ലെങ്കിൽ ഇനി ഞങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? കോൺഗ്രസ്സുകാരാണ്. ഒരു കോൺഗ്രസ്സുകാരി, ഒരു BJP-യുടെ അനുഭാവി എന്നുള്ള നിലയിൽ ഒരു BJP-കാരന് വ്യക്തമായിട്ടുള്ള പല വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ
പല കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ കമന്റ് പറയുമല്ലോ. പാർട്ടിയുടെ നിലപാടല്ല എന്ന് പാർട്ടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളുടെ നേതാവിന്റെ അഡ്വൈസർമാരാണ് ഇവരൊക്കെ. പാർട്ടിയുടെ നിലപാടല്ല എന്ന് പാർട്ടി പറയുമ്പോൾ സാം പിട്രോഡയുടെ നിലപാട് പാർട്ടിയുടെ നിലപാടല്ല എന്ന് പറയുകയും തൽസ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ച് പോവുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഓൺ ചെയ്യേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കില്ല. അല്ല, പക്ഷേ അധീർ രഞ്ജൻ ചൗധരിയെ പോലുള്ളവർ അതിനെ എൻഡോസ് ചെയ്യുന്നുണ്ട്, അതിനെ ബാക്ക് ചെയ്യാണ്, ഇപ്പോഴും പിന്തുണയ്ക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ആ തള്ളി പറഞ്ഞ വാർത്ത ജനം ടിവിയിലും വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം OICCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതും. അല്ല, അത് എളുപ്പമാണല്ലോ, നിങ്ങളുടെ ഡബിൾ സ്റ്റാൻഡല്ലേ അത് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ വിരുന്നിന് പോയത് ആരാണ്? ഇന്ന് വരെ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി പാകിസ്ഥാൻ പോയിട്ടുണ്ട്. അത് സ്വാഭാവികം. അത് സ്വാഭാവികം. എന്താ കുഴപ്പം? അതാണ്. അപ്പോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ വിരുന്ന് പോയത് എന്തിനാണ്? അവരെ നയപ്പെടുത്താനാണോ? അവരുമായിട്ട് സൗഹൃദം കൂടാനാണോ? അവരുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം വെച്ചാണോ? എന്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ വിരുന്നിന് പോയത്? അദ്ദേഹത്തിന്റെ മകളുടെ അടി കൊടുത്തു എന്നതിൽ വ്യക്തത ഉണ്ടെന്ന് സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നുണ്ടല്ലോ. സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് അവ്യക്തത ഉണ്ട്. സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചിട്ട് അവ്യക്തതയുണ്ട്. ഈ പറയുന്നത് കേട്ടാൽ തോന്നും 1952 മുതൽ ഇലക്ഷൻ നടക്കുന്ന ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ ഒരു പ്രധാനമന്ത്രിമാർ സംസാരിക്കുമ്പോൾ എത്ര കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളാണ് പറയേണ്ടത്? അവർ കഴിഞ്ഞ 10 വർഷം 5 വർഷം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അതല്ലേ അവിടെ ചർച്ചയാകേണ്ടത്? അതിന് പകരം പ്രധാനമന്ത്രി എന്താണ് ചെയ്യുന്നത്? എന്താണ് പറയുന്നത്? വർഗീയമായിട്ട് ജനങ്ങളെ വിഭജിക്കാനല്ലേ ശ്രമിക്കുന്നത്? ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്നുള്ള പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗം എന്തായിരുന്നു? രാജസ്ഥാനിൽ പ്രധാനമന്ത്രി ഇന്ന് വരെ ഇന്ത്യയുടെ ചരിത്രത്തില് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഏതെങ്കിലും പ്രധാനമന്ത്രിമാർ ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ ഒരു തെരഞ്ഞെടുപ്പിന്? അപ്പോ ഇവിടെ പറയാൻ വികസന കാര്യങ്ങളൊന്നുമില്ല. ഈ 5 വർഷം കൊണ്ട് ഇവിടെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. 10 വർഷം കൊണ്ട് പറയാനായിട്ടില്ല. ഈ പറയുന്ന സൈനിക ശക്തി പോലും സംസാരിച്ചുള്ളൂ. കേരളത്തിൽ വന്ന സമയത്തും നരേന്ദ്രമോദി വികസനത്തെ കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു വർഗീയമായി ചിന്തിക്കുന്നവർക്കെല്ലാം ഒരു വികസനം ഇപ്പോ പറയാൻ വികസനമില്ലെന്നും ജനങ്ങളെ മണ്ടന്മാരാക്കാൻ കഴിയില്ലെന്നും അറിഞ്ഞുകൊണ്ട് എന്താണ് വെപ്രാളം കൊണ്ട് പ്രധാനമന്ത്രി മറ്റ് പല മേഖലകളിലേക്ക് പോകുന്നു. മംഗല്യസൂത്രത്തിൽ ഹിന്ദു വനിതകളുടെ സ്ത്രീകളുടെ മംഗല്യസൂത്രം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നും കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നവർക്ക് ഇവിടുത്തെ സ്വത്ത് മുഴുവൻ കോൺഗ്രസ് കൊടുക്കുമെന്ന് പറഞ്ഞ അധപ്പതിച്ച സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത്ര അധപ്പതിച്ച സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇപ്പൊ വർഗീയമായിട്ട് ജനങ്ങളെ ചേരിതിരിവുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ലേ നടക്കുന്നത്? ഗാന്ധിജിയുടെ സങ്കല്പമാണോ ഇത്? ജയേന്ദ്ര മാഷോടുള്ള ചോദ്യങ്ങളാണ് അതൊക്കെ. അനിൽ നമ്പ്യാരെ, രാഷ്ട്രീയം ഒരു വ്യക്തിയെ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഒരു കക്ഷിയുടെ വക്താവിനെ എത്രമാത്രം അസത്യങ്ങളും എത്രമാത്രം വാസ്തവരഹിതമായ വസ്തുതകളും അറിയിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ്. മാഡം, ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, ഏപ്രിൽ 6-ാം തീയതി വരെ ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി ഈ രാജ്യം നേടിയ വികസനത്തെക്കുറിച്ച് മാത്രമേ പ്രസംഗിച്ചിരുന്നുള്ളൂ. മാഡം, ഏപ്രിൽ 6-ന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ സഹോദരിക്ക്? ഏപ്രിൽ 6-നാണ് ഖുർഷിദ് ആലം ഖാന്റെ മരുമകൾ വോട്ട് ജിഹാദ് നടത്തണമെന്ന് ഖുർഷിദ് ആലം ഖാന്റെ മരുമകൾ മറിയം ആദ്യമായി ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വർഗീയതയുടെ ഏറ്റവും വലിയ നാമ്പ് തൊടുത്തുവിട്ട ദിവസമാണ് മേഡം അത്. ഇനി താങ്കൾക്ക് സംശയമുണ്ടാകും ഇന്ത്യയുടെ വികസനത്തെ കുറിച്ചെങ്കിൽ ഞാൻ താങ്കൾ ക്ഷണിക്കുന്നു. 2023 ജൂലൈ മാസം പുറത്തുവിട്ട UN റിപ്പോർട്ട് മൾട്ടിപ്പിൾ പോവർട്ടി ഇൻഡെക്സിൽ ആഗോള ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ ലോക സാമ്പത്തിക വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2005-6 വർഷത്തിലെ കോൺഗ്രസിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന 64.5 കോടി ബിലോ പോവർട്ടിയിലുള്ള ജനസംഖ്യ കുറഞ്ഞ് അത് 23 കോടി ജനങ്ങളിലേക്ക് താഴ്ന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേവലം 10 വർഷം കൊണ്ട് 2005-6 നിന്നും 2015-16 എത്തുമ്പോഴത്തേക്കും 23 എത്തുമ്പോഴത്തേക്കും ഇത്രയും വലിയ
മാറ്റമാണ് ഉണ്ടായത് എന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ മൾട്ടിപ്പിൾ പോവർട്ടി ഇൻഡെക്സിന്റെ രേഖപ്പെടുത്തുന്നു. ഇനി മാഡത്തിന് അത് സംശയമുണ്ടെങ്കിൽ ഗ്ലോബൽ ടൈംസ്, ചൈനീസ് പത്രം, മോദിയുടെ നേതൃത്വത്തിൽ ഭാരതം അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു. ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്നതിന്റെ അവർ ഈ വാർത്തയുടെ ആധാരമാക്കിയത് ഷാങ്ഹായിലെ ഹുഡാൻ സർവകലാശാലയിലെ ദക്ഷിണേന്ത്യൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഷാങ് ജിയോ ഡോങ്ങിന്റെ റിപ്പോർട്ടാണ്, അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ടാണ്. ശക്തവും ദൃഢവുമായ ഭാരതം മുന്നോട്ട് പോയി എന്ന് പറയുന്നു. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്, മാഡത്തോട് ഞാൻ വ്യക്തമായി പറയും, മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്നത് ലോക പ്രശസ്ത സാമ്പത്തിക അവലോകനം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു മാഡം, 2013 ഇന്ത്യ അല്ല 2023 ഇന്ത്യ. എന്താ അവർ പറയുന്നത്? 2013 ഇന്ത്യ അല്ല 2023 ഇന്ത്യ. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ദേശീയപാത വികസനത്തിലും ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണത്തിലും ചരക്ക് സേവന വരുമാന വർധനവിലും കോവിഡ് ഉക്രൈൻ കാലത്ത് നേടിയ നേട്ടത്തിലും സാമ്പത്തിക സ്ഥാനത്തും ശാസ്ത്രരംഗത്തും ചന്ദ്രനിലെത്തിയ ദക്ഷിണ ധ്രുവത്തിൽ വിമാനമിറക്കിയത് മുതൽ ഇന്ത്യയിലെ ഉപഗ്രഹം ഇറക്കിയത് മുതൽ ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൈനീസ് ചൊവ്വ പരിവേഷണം മുതൽ നൈറ്റ് വിഷൻ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധരംഗത്തുള്ള ഗൾഫ് യുദ്ധത്തില് ഉക്രൈൻ പോരാട്ട വീതികളിലൊക്കെ ഇന്ത്യൻ ഇവാക്യുവേഷനിൽ പോലും എത്തിയിരിക്കുന്ന ഭാരതത്തിന്റെ വലിയ മുന്നേറ്റത്തെയാണ് വേണം അവർ സൂചിപ്പിക്കുന്നത്. 10 വർഷം അധികാരം നഷ്ടപ്പെടുമ്പോഴത്തേക്കും ഈ രാജ്യത്തെ ഇതുമാതിരി ഇകഴ്ത്തുന്നതിൽ നിങ്ങൾക്ക് സാധിച്ചുവോ? ഇനി 60 കൊല്ലം ഭരിച്ച കോൺഗ്രസിന് ഈ രാജ്യത്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? 60 വർഷം ഭരിച്ച കോൺഗ്രസ് കൊണ്ടുവന്ന അടിസ്ഥാനത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അല്ലാതെ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി കൊണ്ടുവന്നതല്ല ഉപഗ്രഹ വിക്ഷേപണ കാര്യങ്ങൾ. എന്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എന്തെങ്കിലും ഒരു പുതിയ ഒരു സ്ഥാപനം പോട്ടെ, ഒരു സ്ഥാപനമെങ്കിലും തുടങ്ങാൻ നരേന്ദ്രമോദിക്ക് 10 വർഷം കൊണ്ട് നടന്നിട്ടാണോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത് എന്ന് പറയുന്നത്? നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള ചാനലുകളുടെയും പത്രങ്ങളുടെയും രേഖകളല്ലാതെ ദാരിദ്ര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാൻ? അങ്ങനെയാണ് അത്ര ദാരിദ്ര്യം മാറ്റിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോൾ ചേരി കെട്ടി മറച്ച ഭിത്തി കെട്ടി ചേരികൾ മറച്ച ദാരിദ്ര്യം അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ മറച്ച ആളുകളുടെ വക്താക്കളാണോ ഇവിടെ വന്നിരുന്നിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്ത കാര്യം പറഞ്ഞത്? ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട്. ഒരു മൊട്ടുസൂചി പോലും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയില്ലാത്ത രാജ്യത്ത് ഹരിതവിപ്ലവവും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാര് തീർച്ചയായിട്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ദീപാനിൽ ഒരു മര്യാദ നിങ്ങൾ കാണിക്കും. ഒരു സംവാദമല്ലേ ഇത്? നിങ്ങൾ പറയുമ്പോൾ ഞാൻ എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു മുഖമുദ്ര. അതിന് സമ്മതിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെയും ഈ രാജ്യ പുരോഗതിക്കുള്ള അടിസ്ഥാനങ്ങളെയും എടുത്തുകൊണ്ട് നിങ്ങളുടേതെന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരും പ്ലീസ് ഒന്ന്. അയ്യോ സഹോദരി, നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടിരുന്നത് എന്താണെന്നറിയോ? എന്റെ അടുത്ത് കൃത്യമായ രേഖകളും ഡാറ്റകളും വസ്തുതകളും തെളിവുകളുള്ളത് കൊണ്ട് ഞാൻ എന്റെ അവസരം വരെ കാത്തിരുന്നു. നിങ്ങൾക്കൊരു അവസരം വരുമ്പോ നിങ്ങൾ ഇതേമാതിരി ഞാൻ പറഞ്ഞതിനെ വസ്തുതകൾ വെച്ച് കണ്ണിക്കൂ. പകരം ബഹളം ഉണ്ടാക്കിയിട്ട് ജയിക്കുകയാണെങ്കിൽ അതാണോ ഒരു സംവാദത്തിനോട് കൂടുതൽ ബഹളം എന്നുള്ളത് എന്റെ കർത്തവ്യമാണ്. അസത്യം പറയുമ്പോൾ തിരുത്തുക എന്നുള്ളത് എന്റെ കർത്തവ്യമാണ്. നിങ്ങളുടെ കർത്തവ്യമാണ്. പക്ഷെ നിങ്ങളിപ്പോ ചെയ്യുന്നത് എന്റെ വാക്കുകളിൽ എന്റെ വായയിൽ കയറി തടസ്സപ്പെടുത്തുകയാണ് മാഡം. നിങ്ങൾക്ക് അവസരം വരുമ്പോ നിങ്ങൾ പറഞ്ഞോ? താങ്കൾ ഇപ്പൊ ചോദിച്ചല്ലോ എന്താണ് ഇന്ത്യക്കുണ്ടായ നേട്ടമെന്ന്. UN കുറിച്ച് താങ്കൾ വിരുദ്ധ അഭിപ്രായം പറയുമോ? ഷാങ്ഹായ് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തെ കുറിച്ച് താങ്കൾക്ക് ആ റിപ്പോർട്ട് ശരിയല്ലെന്ന് പറയുമോ? ഞാൻ പറഞ്ഞ ഒരു ഏജൻസിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് അത് വസ്തുതാ വിരുദ്ധമാണെന്ന് താങ്കൾ പറയുമോ? ഇനി നിങ്ങളുടെ കയ്യിൽ എന്താണ് മാഡം ഉള്ളത്? ഇതിനൊക്കെ തകർക്കാനുള്ള ഡാറ്റകൾ എന്താണുള്ളത്? ഞാൻ വീണ്ടും പറയും, ചൊവ്വയിലേക്ക് റോക്കറ്റ് നിക്ഷേപിച്ച രാജ്യത്തിന്റെ പുരോഗതിയെ നിങ്ങൾ 10 വർഷം അധികാരം നഷ്ടപ്പെടുമ്പോ ഇങ്ങനെ കണ്ടില്ല നടിക്കണോ? ഡിജിറ്റൽ ക്രയവിക്രയത്തില് ലോകത്തിൽ ഇന്ന് ഭാരതം 1ാം നമ്പറാണ്. ആരുടെ സാക്ഷ്യപ്പെടുത്തലാണ് മാഡം? യമൻ യുദ്ധത്തില് നൈറ്റ് വിഷൻ ക്യാമറകൾ C7 ഗ്ലോബി മാസ്റ്റർ യുദ്ധഭൂമിയിൽ ചെന്ന് ഇന്ത്യക്കാർ ഇവാക്യുവേറ്റ് ചെയ്തത് വലിയ നേട്ടമല്ലേ? ഇനി ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ താങ്കളെ നമ്മൾ കേരളത്തിൽ നിന്നല്ലേ സംസാരിക്കുന്നത്. കേരളത്തിൽ നിന്നൊരു പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു മേഡം നമുക്ക്. അദ്ദേഹത്തിന്റെ പ്രസ്താവന താങ്കൾ കേട്ടിരുന്നോ? ഇന്ത്യൻ പട്ടാളക്കാർക്ക് യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ പോലുമുള്ള പണമില്ല.
F-16 യുദ്ധവിമാനങ്ങളും ഭാരതം ഓർഡർ ചെയ്തത് നമ്മൾ ക്യാൻസൽ ആക്കേണ്ടി വന്നു. ആധികാരികമായിട്ട് ദീപ ഇത് പറയാൻ ഒരു കേണൽ നമ്മുടെ കൂടെയുണ്ട്. ഇൻഡോ ചൈനീസ് അതിർത്തിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാൻ കാരണം അത് ഇന്ത്യ ഉപയോഗിക്കുന്നതിന്റെ മുമ്പ് ചൈന ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ നടത്താത്തത് എന്ന് പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. ഇന്ത്യൻ യോദ്ധാക്കൾക്ക് യുദ്ധഭൂമിയിൽ വിപരീത കാലാവസ്ഥയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അവശ്യം വസ്തുക്കൾ പോലും, ഡ്രസ്സ് പോലും, ബൂട്ട് പോലും ഇല്ലാത്തൊരവസ്ഥയും നമുക്കുണ്ടായിരുന്നു. ഇതൊക്കെ ആധികാരികവും നമ്മുടെ ആളുകളുടെ ഒക്കെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ്. ഇനി വർഗീയതയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. മാഡം, ഞാൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ടെ വർഗീയ കലാപമുണ്ടായ ഒരു മണ്ഡലമാണ് വടകര. നിങ്ങൾക്കറിയുമോ, വടകരയിലെ കെ മുരളീധരൻ മാറിയപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി വന്ന് ഇറങ്ങിയപ്പോൾ അവിടെ വിളിച്ച മുദ്രാവാക്യം അതേ തരമാണല്ലോ നിങ്ങൾ ശീലാവതിമാര് പറയുന്നത്. ആ സ്ഥാനാർത്ഥി അവിടെ ഇറങ്ങിയപ്പോൾ പറഞ്ഞതെന്താ? ദീനിന്റെ സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം. നോക്കൂ, കേരളം പോലെ ഒരു സമൂഹത്തിൽ ഞങ്ങൾക്കെതിരെയായിരുന്നു കാലാകാലങ്ങളിൽ ആക്ഷേപിക്കപ്പെട്ടിരുന്നത്. പക്ഷെ അവസരം കിട്ടിയപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ആരാണ് മാഡം? ഒരു ഉറപ്പുമില്ലാതെ മറ്റൊരാളെ കാഫിറായിട്ട് പറയുക, ദീനിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പറയുക, വേറെ ചില മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിക്കുക. നോക്കൂ, കേരളത്തിൽ പോലും ഉപയോഗിക്കപ്പെട്ടു. ഞാൻ അവിടെയാണ് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ മാസം 6-ാം തീയതി വരെ രാജ്യം നടത്തിയ വികസന പ്രവർത്തനം മാത്രമായിരുന്നു പറഞ്ഞതെങ്കിൽ ഖുർഷിദ് ആലം ഖാന്റെ സഹോദരി മരുമകൾ രാജ്യത്തെ വോട്ട് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. മറ്റൊരാൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടിയെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം ഇതാ മറ്റൊരാൾ സാം പിട്രോഡ, ഗ്ലോബൽ ഓവർസീസ് കോൺഗ്രസിന്റെ സാർവദേശീയ പ്രസിഡന്റാണ് അദ്ദേഹം. അപ്പ ഉപ്പയൊന്നുമല്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇതാ നോക്കൂ, നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ദീപ, നമ്മൾ ഉൾപ്പെടുന്ന കറുത്ത ആളുകൾ ആഫ്രിക്കക്കാരാണ്, അവരെ പോലെയാണ്. വടക്കുള്ളവരാണ് നല്ലവർ, വെള്ളക്കാരെ പോലെയാണ്. പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയാണ്. കിഴക്ക് ഭാഗത്തുള്ളവർ അറബികളെ പോലെയാണ്. പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ ഇതാ ചൈനക്കാരെ പോലെയാണ്. മനുഷ്യന്റെ വർഗവും വർണ്ണവും രൂപവും ബോഡി ഷേമിംഗ് പോലും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് 100 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം, അവരാണോ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മളൊക്കെ ഭാരതീയമായിട്ട് അറിയപ്പെടേണ്ടവരല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്നവരല്ലേ? പണ്ട് ഇന്ദിരാഗാന്ധി ഇത്തരം അനുഭവം ഉണ്ടായപ്പോൾ പ്രതിപക്ഷം കൊടുത്തതിന്റെ 10-1 ധാർമ്മികമായ ഒരു പിന്തുണയെങ്കിലും വേണ്ട. നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? മണിശങ്കർ അയ്യരെ കുറിച്ച് ഞാൻ വീണ്ടും മേടത്തോട് തള്ളി പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പറയുന്നല്ലോ. ഇതേ മണിശങ്കർ അയ്യർ പാകിസ്ഥാനിൽ പോയി ഭാരതത്തെ നരേന്ദ്രമോദിയിൽ നിന്നും താഴെ ഇറക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ പറയുമോ? അന്ന് നിങ്ങൾ തള്ളി പറയാൻ തയ്യാറായോ? ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ തള്ളി പറയാൻ തയ്യാറാകുന്നത്? സാം പിട്രോഡയും ഇവരെയും ഒക്കെ ഭാരതത്തിന്റെ ജനത നിങ്ങൾക്ക് നൽകാൻ പോകുന്ന കനത്ത അതിശക്തമായ വെല്ലുവിളിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇനി താങ്കൾ പറഞ്ഞു ഭ്രാന്തന്റെ കയ്യിൽ ആയുധം കൊടുത്തതിന് ഭയമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം മാഡം? ഭ്രാന്തന്റെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ പഞ്ചമുച്ചമടക്കി കാത്തിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കല്യാണത്തിന് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ അയ്യോ ഇതെന്താ ഇത്? നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞോ മാഡം, നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾ ജനങ്ങളുടെ കണ്ണിലിടുന്ന പൊടിയുമൊക്കെ ജൂൺ 4 ആവുമ്പോ ഇത് തിരിച്ചറിയുന്ന ജനങ്ങൾ അതിന് കൃത്യമായ വിധി എഴുതുന്നുണ്ട്. കൃത്യമായ വിധി എഴുതുന്നുണ്ട്. അപ്പൊ അതിനു മുൻപ് ഇനി ഒരു 3-ാം ഘട്ടം തെരഞ്ഞെടുപ്പ്, 1ഉം 2ഉം ഘട്ടം തെരഞ്ഞെടുപ്പുകൾ കൃത്യമായിട്ടുള്ള മുൻതൂക്കം ഇന്ത്യ മുന്നണിക്ക് ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് 3-ാം ഘട്ട തെരഞ്ഞെടുപ്പായപ്പോൾ കാലിടറുന്നു എന്ന് കണ്ടുകൊണ്ട് ജനങ്ങളെ വർഗീയമായിട്ട് വേർതിരിക്കാൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പല നമുക്ക് നന്നായിട്ട് കോൺഗ്രസിനായിരുന്നില്ലേ? നിരോധിക്കപ്പെട്ട PFIയുടെ പിന്തുണ കോൺഗ്രസിനായിരുന്നില്ലേ? നേടുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് ബുദ്ധിസ്ഥിരത ഉണ്ടോ ഇല്ലയോ? 2 സീറ്റ് നേടുമെന്ന് പറഞ്ഞത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? കേരളത്തിൽ 2 സീറ്റുകൾ BJPക്ക് നേടുമെന്ന് പ്രധാനമന്ത്രി ഇവിടെ 3 വട്ടം വന്നപ്പോഴും ഊന്നി പറഞ്ഞതാണ്. അങ്ങനെ പറയുന്ന സ്വപ്നാടനം നടത്തുന്ന പ്രധാനമന്ത്രി ഈ കാര്യങ്ങളൊക്കെ പറയുന്ന അദ്ദേഹത്തിന് ഇപ്പോ അധികാരം നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ അദ്ദേഹത്തിന് എന്താ പറയുന്നതെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ, മണിശങ്കർ അയ്യർ ഇത് പറഞ്ഞിട്ട് എത്ര മാസമായി? എന്തുകൊണ്ട് അന്ന് ഇതിനെതിരെ പ്രതികരിക്കണ്ടായിരുന്നോ നിങ്ങൾക്കാർക്കും?
അത് കോൺഗ്രസ് അപ്പൊ തന്നെ തള്ളിപ്പറയുകയും ചെയ്ത കാര്യമായിട്ട് കൊണ്ടുവരേണ്ട എന്താവശ്യമാണുള്ളത്? മാഷേ നരേന്ദ്രമോദി പാകിസ്ഥാനിൽ പോയ കാര്യമാണ് എടുത്തെടുത്ത് പറയുന്നത്. മണിശങ്കർ അയ്യരുടെ പരാമർശം, അതുപോലെ രേവന്ത് റെഡ്ഡിയുടെ പരാമർശമൊക്കെ വരുമ്പോൾ മോദിയല്ലേ പാകിസ്ഥാനിൽ പോയി വിരുന്നുണ്ടത് എന്നാണ് പറയുന്നത്. അല്ല അനിൽ നമ്പ്യാരെ, ഒന്ന് ആ സ്ത്രീയോട് ഒരു മര്യാദ കാണിക്കാൻ പറയൂ. ഇവർ സംസാരിക്കാൻ തുടങ്ങുമ്പോ ഞാൻ ഇങ്ങനെ തുടങ്ങിയാൽ ഇത് ചർച്ചയാവുമോ? സാറേ, മര്യാദയായിട്ട് സംസാരിച്ചാൽ ഒരു കുഴപ്പവുമില്ല. ആ ഇല്ലാത്ത അലിഗേഷൻസ് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ഖണ്ഡിക്കുക എന്നുള്ളതിന് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ല, താങ്കൾ ഈ കള്ളമെല്ലാം പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞു ജനങ്ങൾക്കറിയാം, കൃത്യമായിട്ടും ജനങ്ങൾക്കറിയാം. നിങ്ങൾക്ക് കൂടുതൽ ചാനലിൽ ഞാൻ ഇങ്ങനെ കയറി സംസാരിച്ചല്ലേ പറ്റുള്ളൂ. ഇല്ല, സമയമൊക്കെ കൃത്യമായിട്ട് തരും പക്ഷേ അല്ല 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 ആ സ്ത്രീ മിണ്ടാതിരിക്കുമെങ്കിൽ മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ തമ്മിൽ. കാരണം ഇതൊരു അന്തസ്സുള്ള ചർച്ചയാവുള്ളൂ. ഇതൊരു അന്തസ്സ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ ജനാധിപത്യത്തില് കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയ ജനാധിപത്യവും പരസ്പര നമുക്ക് എങ്ങനെ ഖണ്ഡിക്കാതിരിക്കാൻ സാധിക്കും? അല്ല, സമയം വരുമ്പോൾ ഞാൻ സമയം തരുന്ന സമയത്ത് പറയാം പ്ലീസ്. അല്ലെങ്കിൽ ഇത് അവിയൽ പരുവത്തിലാവും. അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേൾക്കുന്ന പ്രേക്ഷകർക്ക് വലിയ ബുദ്ധിമുട്ടാവും. മാഷേ, പൂർത്തിയാക്കാം പെട്ടെന്ന്. ഞാൻ ഇത്രയുള്ളൂ. ഭ്രാന്തന്റെ കയ്യിൽ ആയുധം കിട്ടിയാൽ അവര് പ്രയോഗിക്കുമെന്നാണ് ഇപ്പൊ യോഗത്തിൽ വന്നത്. അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കണമെന്നാണോ? അവരെ പേടിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണോ? എങ്കിൽ എനിക്ക് ദീപയോട് പറയാനുള്ളത്, ദീപ, കാലം കഴിഞ്ഞു. ഇത് പഴയ കോൺഗ്രസിന്റെ കാര്യമല്ല. ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈ രാജ്യം ആർജിച്ചിട്ടുണ്ട്. ഇത് പഴയ കോൺഗ്രസിന്റെ വ്യാജ ഗാന്ധിമാരുടെ ഭരണകൂടമല്ല. ഇന്ന് ലോകം സാക്ഷ്യപ്പെടുത്തുന്നു, ലോകത്തെ 3ാമത്തെ സൈനിക ശക്തിയാണ് ഭാരതം. ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഭാരതം. ഇന്നവേഷൻ ഇൻഡെക്സിൽ ലോകത്തിന്റെ മുൻപന്തിയിൽ എത്തിയിരിക്കുന്ന രാഷ്ട്രമാണ് ഭാരതം. കൃത്രിമ ഉപഗ്രഹ നശീകരണ റോക്കറ്റുകൾ ലോകത്ത് വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് ഭാരതം. ഒറ്റ വിക്ഷേപണത്തിൽ 100-ലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കെൽപ്പുള്ള രാജ്യമാണ് ഭാരതം. 2 ലക്ഷം ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള രാജ്യമാണ് ഭാരതം. ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം കയറ്റി അയക്കുന്ന രാജ്യമാണ് ഭാരതം. ലോകത്തില് മൊബൈൽ ഫോൺ കയറ്റുമതിയിൽ 2ാം സ്ഥാനത്തിരിക്കുന്ന രാജ്യമാണ് ഭാരതം. ലോകത്തില് മുട്ട മാംസം കയറ്റുമതിയിൽ 3ാം സ്ഥാനത്തിരിക്കുന്ന രാജ്യമാണ് ഭാരതം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന രംഗത്ത് ലോകത്തിന്റെ വിപണിയായി മാറുന്ന രാജ്യമായി ഭാരതം. ഇതൊക്കെ കാണാതെ പോകണമെങ്കിൽ രാഷ്ട്രീയ തിമിരം അന്ധമായി ബാധിക്കുകയും തെരഞ്ഞെടുപ്പ് തോൽവിയുടെ വിറളിയും മാത്രമാണ് എന്നാണ് ലഘുവായ ഭാഷയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യെസ്, കേണൽ ഡിനി, എഗെയിൻ സർജിക്കൽ സ്ട്രൈക്കിലോട്ട് വരികയാണ്. സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടില്ല എന്ന് ഈ സേനയുടെ തലപ്പത്തുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിരമിച്ച ആരെങ്കിലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? ശ്രീ അനിൽ, ഈ സൈന്യത്തിന്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള അല്ലാത്ത തന്നെ ഒരു സൈനിക ഓഫീസർ, റിട്ടയർ ആയിട്ടുള്ള ഓഫീസേഴ്സും ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് നടന്നിട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ള കാര്യം ജനറൽ ചൗധരിയാണ്. അത് പുൽവാമ അറ്റാക്ക് നടന്ന സമയത്ത് ഗവർണർ മലിക് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നു. അതായത് എന്തുകൊണ്ട് ഈ സൈനികർക്ക്, സിആർപിഎഫിന്റെ സൈനികർക്ക് ഹെലികോപ്റ്റേഴ്സ് കൊടുത്തില്ല അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് കൊടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ആ ചോദ്യം ഉന്നയിക്കുകയായിരുന്നു ചെയ്തത്. അല്ലാതെ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക്, എയർഫോഴ്സ് ചെയ്ത എയർ സ്ട്രൈക്ക് അന്നത്തെ എയർ ചീഫ് മാർഷലായ ധനുവ അദ്ദേഹം നടത്തിയ പ്രസ് കോൺഫറൻസിന് എന്റെ അറിവിൽ ഒരൊറ്റ സൈനികരും പൂർവ്വ സൈനികരാലും ശരി ആരും അതിനെ പറഞ്ഞു. കാരണം എയർ ചീഫ് മാർഷൽ പറയുകയാണ്, വേറെ ആരും അല്ല പറയുന്നത്. എയർ ചീഫ് മാർഷലാണ് വന്ന് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ എയർ സ്ട്രൈക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ പ്ലെയിനിൽ പോയിട്ടുള്ള, ഫൈറ്റർ പ്ലെയിൻസിൽ പോയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട്. അതിന് സേനാ മെഡൽ, എയർ വായു സേനാ മെഡൽ, ശൗര്യ ചക്ര, അങ്ങനെ പല പല അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളുകളാണ് അവർ. അപ്പൊ ആ അവാർഡുകളൊക്കെ എനിക്ക് പറയാനുള്ളത്, ദീപ, അനിൽ മാഡം, നാളെ അങ്ങ് ഒരു കാലത്ത് ഡിഫൻസ് മിനിസ്റ്റർ ആവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലാണ്, അത് അങ്ങനെ ആവട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ആവുകയാണെങ്കിൽ അങ്ങ് എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെല്ലുമ്പം ഇതൊരു ഫയല്, ഈ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്തത് എങ്ങനെയാണെന്നും അന്നത്തെ ഓഫീസേഴ്സും അല്ലെങ്കിൽ അന്ന് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓഫീസേഴ്സ് എല്ലാം കള്ളം പറയുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കത്തില്ല. അപ്പം നടന്ന ഒരു സംഭവം, അത് സൈനികർ തന്നെ അന്ന് എയർ ചീഫ് മാർഷൽ, രാഷ്ട്രീയപരമായിട്ട് ഡിഫൻസ് മിനിസ്റ്ററോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒന്നും അല്ല വന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്തു അല്ലെങ്കിൽ എയർഫോഴ്സ് ചെയ്തു എന്നല്ല.
അവര് തന്നെ ചെയ്തതെന്ന് പറയുന്നത് അതിൽ കൂടുതൽ തെളിവ് എന്താണ് വേണ്ടുള്ളത്? അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ ഒരു തന്ത്രമായിരുന്നു. ആ തന്ത്രത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വീഴുകയാണ് ചെയ്യുന്നത്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഇത് നടന്നിട്ടില്ല എന്നുള്ളത് സ്ഥാപിക്കേണ്ട അവരുടെ അസ്തിത്വത്തിന്റെ ഒരു പ്രശ്നമാണ്. കാരണം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആളുകൾ അവരുടെ ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഇത്രയും ഒരു 10-12 എയർക്രാഫ്റ്റുകൾ അകത്ത് വന്ന് 300 കിലോമീറ്റർ അകത്ത് വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് തിരിച്ചു പോയി, എന്നിട്ട് നിങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചുള്ള അന്ന് വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പൊ ആ ഒരു പീരീഡിൽ അവർക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു നറേറ്റീവ് അവർ സൃഷ്ടിച്ചത്. ഇനി ചോദിക്കും രണ്ടാമത്തെ, എന്തുകൊണ്ട് നമ്മൾ ആ തെളിവ് കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എത്രമാത്രം ഡിസ്ട്രക്ഷൻ ചെയ്തില്ല? അതൊരു കോൺഷ്യസ് ഡിസിഷൻ ആവാം. കാരണം അന്ന് അങ്ങനെ ഒരു നമുക്കറിയാം, ആ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് കഴിഞ്ഞ ഇമ്മീഡിയറ്റ്ലി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു കൗണ്ടർ സ്ട്രൈക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടാണ് നമ്മുടെ വിംഗ് കമാൻഡർ അഭിനന്ദനൊക്കെ പോയി അതിന്റെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ കോൺഫ്ലിക്ട് ആവുകയും അത് വലിയ രീതിയിലുള്ള എസ്കലേഷനിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്, നമ്മളെ മുന്നിൽ കണ്ടതാണ്. അപ്പം ഈ നമ്മളൊരു മനസ്സിലാക്കേണ്ട, ഈ യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പം ഒരു ചെറിയ വിൻഡോ എപ്പോഴും നമ്മൾ എതിരാളികൾക്ക് തുറന്നിട്ടേക്കും. അതായത് അവർക്ക് പുറത്തോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ അവരെ എല്ലാ രീതിയിലും അടച്ചു കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് നേരത്തെ പറഞ്ഞ പോലെ അവർ ഒരു ഇറാഷണൽ ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഒരു കാര്യവും നിലനിൽപ്പിന് ഒരു പ്രശ്നം വരുമ്പോൾ അവർ എന്തും ചെയ്യാന്നുള്ള ഒരു നിലയിൽ വരും. അതുകൊണ്ടാണ് അന്ന് മനഃപൂർവ്വം പ്രോബബിലി ഈ തെളിവ്, അതായത് ഈ ബോംബ് വീണു, പൊട്ടിത്തെറിച്ചു, അവിടെ മൃതദേഹങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നു, അതൊന്നും എടുത്തുകൊണ്ട് വരാനുള്ള ഒരു രീതിയിലേക്ക് ഒന്നും ചെയ്തില്ല. അത് ഡെലിബറേറ്റ് ആവാം, അല്ലെങ്കിൽ അത് ഓവർസൈറ്റ് ആവാം. എനിക്ക് അതിനെ കുറിച്ചുള്ള നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് എന്തുകൊണ്ടാണ് ചെയ്തതെന്ന്. അപ്പൊ നെക്സ്റ്റ് ടൈം ചിലപ്പം ശരിയാണ്. ഇന്നിപ്പം ഈവൻ ഫോർ എക്സാമ്പിൾ അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞതിന് കാരണം നമുക്ക് പറയാം. ഈ ഒസാമ ബിൻ ലാദനെ സ്ട്രൈക്ക് ചെയ്ത സമയത്ത് US-ന്റെ അവരെ ഡെഡ് ബോഡി പോലും കാണിച്ചില്ലായിരുന്നു എങ്ങും. എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒസാമ ബിൻ ലാദൻ ആണോ മരിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മരിച്ചത് എന്നൊന്നും അറിഞ്ഞില്ല. ബറാക് ഒബാമയായിരുന്നു പ്രസിഡന്റ്. അവര് പറഞ്ഞു, ഇതാണ് സ്ട്രൈക്ക് ചെയ്തു, ഞങ്ങൾ കണ്ടു, അതാണ് സ്ട്രൈക്ക് ചെയ്തത്, അദ്ദേഹത്തിന്റെ ബോഡിയാണെന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ചു. പക്ഷെ ആ ബോഡി എവിടെ പോയി, എങ്ങനെ പോയി എന്ന് പോലും പുറത്ത് പറഞ്ഞില്ല. അത് കാരണം അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അപ്പൊ എല്ലാ കാര്യത്തിനും തെളിവുകൾ തരുന്നത് ചിലപ്പോൾ നമുക്ക് തന്നെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്താ പറഞ്ഞ അത് ഇപ്പൊ ഈ പോയ ടീം ആരൊക്കെയായിരുന്നു, ഏതൊക്കെ ഫൈറ്റർ പൈലറ്റാ പോയത്, ഏതൊക്കെ ബോംബ് ഉപയോഗിച്ചത്, എങ്ങനെയാണ് ചെയ്തത്, ഇതൊക്കെ നമ്മളെ പോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ പല പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ചെയ്തില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയുന്നത്, അതെനിക്കൊന്ന് രാഷ്ട്രീയപരമായിട്ട് മാത്രമായിരിക്കും പറയുന്നത്. അല്ലാതെ അത് യഥാർത്ഥത്തിൽ എനിക്കൊന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് അങ്ങനെ ഞങ്ങൾ അന്ന് പറഞ്ഞത് ആ രീതിയിലായിരിക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു, മാറ്റം വരുമെന്നാണ്. രണ്ടാമത്തെ കാര്യം, ഈ നേരത്തെ പറഞ്ഞ ഈ ന്യൂക്ലിയർ ബോംബിന്റെ കാര്യം, അത് ശരിയാണ്, നേരത്തെ ആയിരിക്കും ശരി മണിശങ്കർ അയ്യർ പറഞ്ഞത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനകത്തും ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ഈ ബോംബ് എന്ന് തൊട്ടാണ് പാകിസ്ഥാന്റെ കയ്യിൽ വന്നിട്ടുള്ള അന്ന് തൊട്ടേ അവർ ഈ ബോംബ് വെച്ചാണ് നമ്മുടെ അടുത്ത് നമ്മളെ നിരന്തരമായിട്ട് ടെററിസം വെച്ച് നമ്മളെ അഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അത് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആയാലും ശരി, അതിന് മുൻപുള്ള ഗവൺമെന്റ് ആയാലും ശരി, ആഗ്രഹമുണ്ട് ചെയ്യാൻ, അപ്പൊ ഉടനെ അവർ പറയും ഞങ്ങളിൽ ബോംബുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തതിന് ഞങ്ങൾ ബോംബ് പൊട്ടിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ന്യൂക്ലിയർ പോളിസി എന്ന് പറഞ്ഞാൽ നോ ഫസ്റ്റ് യൂസ്. അത് നമുക്കറിയത്തില്ല. കാരണം അത് എവിടുന്നൊക്കെയാ വന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇതെല്ലാം മോഷ്ടിച്ച് കൊണ്ടുവന്ന കാര്യമാണ്. നോർത്ത് കൊറിയ എന്നൊക്കെ മോഷ്ടിച്ചു വന്ന എത്രമാത്രം അതിനകത്ത് കാര്യമുണ്ട്. അതാണ് ന്യൂക്ലിയർ ബ്ലഫ് എന്നാണ് അതിന് പറയുന്നത്. അവരുടെ പാകിസ്ഥാൻസ് ന്യൂക്ലിയർ ബ്ലഫ് എന്ന് തന്നെയാണ്. അതായത് അവർ ഫോർ ഓൾ യു നോ അത് ചിലപ്പോൾ ഒരു ബ്ലഫ് തന്നെ ആയിരിക്കും, അവരെ കാണത്തില്ല, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിന് ചിലപ്പം ഇത് കാണുന്നത്. പക്ഷെ അവർ വളരെ ഭംഗിയായിട്ട് അതിന് ഒരു നെഗറ്റീവ് സൃഷ്ടിച്ചു, ഞങ്ങളിൽ ബോംബുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയുടെ പോളിസി എന്ന് വെച്ചാൽ നോ ഫസ്റ്റ് യൂസ്, NFU എന്ന് പറയും. നമ്മളായിട്ട് ആദ്യം നമ്മൾ ബോംബ് യൂസ് ചെയ്യത്തില്ല എന്നുള്ളൊരു ന്യൂക്ലിയർ പോളിസി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്ത് തന്നെയാണ് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അത്. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർ പറഞ്ഞത് വി വിൽ യൂസ് ബോംബ് എന്നാണ്. അതായത് നമ്മൾ ബോംബ് യൂസ് ചെയ്യും, ആ ബോംബ് യൂസ് ചെയ്യുന്നത് ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആണെന്ന് അവരുടെ പോളിസിയിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ന്യൂക്ലിയർ ബ്ലഫ് എപ്പോഴും അവർ കൊണ്ടുവരായിരുന്നു. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ന്യൂക്ലിയർ ബ്ലഫ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ ഈ മുംബൈ അറ്റാക്ക് നടന്ന സമയത്ത് അന്നും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ മൊബിലൈസേഷൻ ചെയ്ത് ബോർഡേഴ്സിന്റെ അടുത്തൊക്കെ എത്തിയിരുന്നു. പക്ഷെ ഈ ന്യൂക്ലിയർ ബോംബ് ഉണ്ട് എന്നത് US-ന്റെ ഭാഗത്ത് നിന്നൊക്കെ കുറച്ച് പ്രഷർ വന്നപ്പോഴത്തേക്കും നമ്മളത് ചെയ്തില്ല. കാർഗിൽ യുദ്ധത്തിൽ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി. ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്തില്ല. കാരണം അഗെയിൻ ന്യൂക്ലിയർ വെപ്പൺസ് കൊണ്ട് അത് ഈ ഒരു യുദ്ധം അടുത്ത ലെവലിലേക്ക് പോകും. അതുകൊണ്ട് അതും ക്രോസ് ചെയ്തില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ പുൽവാമ അറ്റാക്ക് നടന്നിട്ട്
നമ്മൾ എയർഫോഴ്സിനെ ഉപയോഗിച്ചു ആ ന്യൂക്ലിയർ ഈ ഒരു സംഭവം, ഈ ഒരു ബ്ലഫ് എന്നുള്ള കാര്യത്തിനെ ഓവർകം ചെയ്ത് നമ്മൾ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പൊ അവിടെ ഒരു ഡെഫിനറ്റ്ലി ഒരു പൊളിറ്റിക്കൽ ഇച്ഛാശക്തി ഉണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ ഈ ന്യൂക്ലിയർ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് പാകിസ്ഥാനാണ്. എപ്പോഴും അവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് ഹമാരെ പാസ് ന്യൂക്ലിയർ ആറ്റം ബംബ് ഹെ, ന്യൂക്ലിയർ ബംബ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവർ. അത് നമ്മളെ ഒരു പൗരൻ അല്ലെങ്കിൽ നമ്മളെ ഒരു നേതാവ് പറയുന്നത് അത് അവരുടെ തന്നെ ഒരു നരേറ്റീവിന് വേണ്ടി നമ്മൾ വളം വെച്ചു കൊടുക്കുന്നതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു മൈൻഡ് സെറ്റ് കാരണമാണ് അവർ ഇത്രയും നമ്മളെ അഗെയിൻസ്റ്റ് ആയിട്ട് ടെററിസം ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ തിരിച്ചടിക്കത്തില്ല എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. എന്തുകൊണ്ട് തിരിച്ചടിക്കത്തില്ല? നമ്മളെ ന്യൂക്ലിയർ ബോംബ് ഉണ്ട് എന്നുകൊണ്ട് അവർ ഇന്ത്യ ഒരിക്കലും തിരിച്ചടിക്കത്തില്ല എന്നുള്ളൊരു ഒരു ബ്ലഫ് എപ്പോഴും ചെയ്യായിരുന്നു. അതിനെ ഓവർകം ചെയ്തു ഇപ്പൊ ഈ ഒരു പുൽവാമ എയർ സ്ട്രൈക്ക് ആണ്. ബിക്കോസ് എയർഫോഴ്സ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ യുദ്ധം തന്നെയാണ് ആക്ച്വലി പറഞ്ഞാൽ. അത് അറിയാവുന്നവർക്ക് അറിയാം. എയർഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുന്ന പോലെ, കമാൻഡോസ് ഒരു 10-12 കിലോമീറ്റർ അപ്പുറത്ത് പോയി ചെയ്യുന്ന പോലെ അല്ല. എയർഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ അതൊരു ഒരു യുദ്ധം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ, ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായ പാകിസ്ഥാന്റെ പോലും അത് ഓവർകം ചെയ്യാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ പല പ്രധാനമന്ത്രിമാരും പല സന്ദർഭത്തിൽ പാകിസ്ഥാന് മറുപടി കൊടുത്തിട്ടുണ്ട്. അത് അക്രോസ് ദി പാർട്ടി ലൈൻസ് ആണ്. അതിന്റെ കാരണം ഭാരതീയ സൈന്യമാണ് കോൺസ്റ്റന്റ്. എപ്പോഴായാലും ആരായാലും ആ ഭാരതത്തിന്റെ സൈന്യം കോൺസ്റ്റന്റ് ആണ്. അത് ലാൽ ബഹാദൂർ ശാസ്ത്രി 65 വാറിൽ അന്ന് അദ്ദേഹത്തിന് വളരെ ചെറിയ ഹൈറ്റും പാകിസ്ഥാന്റെ ആർമി ചീഫും ഒക്കെ വലിയ ഹൈറ്റും പൊക്കവും ഒക്കെ ഉള്ള നല്ലൊരു ഭയങ്കരമായിട്ടുള്ള ഒരു നേതാവായിരുന്നു. അവരുടെ അന്നത്തെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ 5 പാകിസ്ഥാനി ഒരൊറ്റ അല്ല 5 ഇന്ത്യൻസിന് ഒരൊറ്റ പാകിസ്ഥാനി മതി എന്നൊക്കെ, 10 ഇന്ത്യൻസ് ഒരാളെ നേരിടും എന്നൊക്കെ ഉള്ള ഒരു നരേറ്റീവ് അവർ സൃഷ്ടിച്ചു. അത് ബ്രേക്ക് ചെയ്തത് ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. എന്തുകൊണ്ടാണ്? ഭാരതീയ സൈന്യത്തിന്റെ അവരുടെ ട്രെയിനിങ്ങും അവരുടെ ഭാരതത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ 71 വാർ നോക്കുക, ആരാണ് ചെയ്തത്? ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ദിരാഗാന്ധിജിയായിരുന്നു അന്നത്തെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് നമ്മൾ ബംഗ്ലാദേശ് എന്നുള്ള ഒരു രാജ്യം തന്നെ നമ്മൾ സൃഷ്ടിച്ചത്. എന്താണ് കാരണം? ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ല ഫൈറ്റ് ചെയ്യുന്നത്, അത് ഫൈറ്റ് ചെയ്യുന്നത് ഭാരതത്തിന്റെ സൈന്യം തന്നെയാണ്. അപ്പൊ അന്നും ഇന്ത്യൻ ആർമിയുടെ ജനറൽ ഫീൽഡ് മാർഷൽ മാണിക് ഷാ പോലുള്ള ജനറൽസ് ഒക്കെ വന്നിട്ടാണ് അന്ന് ഇന്ത്യക്ക് എപ്പോഴും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു വിക്ടറി നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെയാണ് ഈ പുൽവാമ എയർ സ്ട്രൈക്ക് ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിജി അല്ല ചെയ്തത്, അത് എയർഫോഴ്സിന്റെ ഫൈറ്റർ പൈലറ്റ്സും എയർഫോഴ്സിന്റെ ചീഫും അവരെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത്. സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തതാണ് എന്റെ കോസ്റ്റ്മേറ്റ് ഉൾപ്പെടെയുള്ള പാരാ സ്പെഷ്യൽ ഫോഴ്സസ് കമാൻഡോസിന്റെ ഓഫീസേഴ്സ് ആണ് പോയി ചെയ്തത്. അപ്പൊ അവർ ചെയ്യുന്നതാണ്, അവർക്ക് ഡയറക്ഷൻസ് കൊടുക്കുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. ഗ്രൗണ്ടിൽ ചെയ്യുന്നത്, അവരുടെ ജീവൻ പണയം വെച്ചിട്ട് ചെയ്യുന്നത് സൈനികരാണ്. യൂണിഫോം ഇട്ട സൈനികരാണ്, ഓഫീസേഴ്സും ജെസിഒസും മെന്നും അവരാണ് മുൻപിൽ പോകുന്നത്. അപ്പം ഈ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ അധികാരത്തിൽ വരുമ്പം അത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ അപ്പൊ എന്തൊരു വിശ്വാസത്തെ ഒരു പ്രശ്നം അവിടെ വരും. അപ്പൊ നമുക്ക് രാഷ്ട്രീയത്തിന് ഒരു പരിധി വരെ നമുക്ക് ക്രിട്ടിസൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. ഇങ്ങനത്തെ വിഷയങ്ങളിൽ കഴിയുന്നതും അതിന്റെ രാഷ്ട്ര താല്പര്യം വെക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ഒരു പൂർവ്വ സൈനികൻ എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാനുള്ളത്. ശ്രീമതി ദീപ, തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയ ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാറുണ്ട്. പക്ഷേ ഈ സൈന്യത്തെ അങ്ങ് വിടേണ്ടതല്ലേ? എന്തിനാണ് നമ്മുടെ സൈനിക ശേഷി അത് ദുർബലമാണ് എന്ന രീതിയിലുള്ള പാകിസ്ഥാന്റെ നറേറ്റീവ് എന്തിനാണ് നിങ്ങളുടെ നേതാക്കന്മാർ ഏറ്റുപിടിക്കുന്നത്? അതല്ലേ പ്രശ്നം. എന്തൊക്കെ വിഷയങ്ങളുണ്ട്? എല്ലാ സൈനികരോടും ബഹുമാനമുള്ളത് കൊണ്ട് തന്നെ പുൽവാമ ആക്രമണത്തിൽ മരിച്ച സൈനികർ എനിക്ക് എന്റെ സ്വന്തം സഹോദരങ്ങളെ പോലെ തന്നെയാണ്. എന്റെ നാട്, എന്റെ മാതൃരാജ്യം കാക്കാൻ നിന്നവര് ഇവിടുത്തെ സർക്കാരിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പോലും വാക്കുകൾക്ക് വില കൊടുക്കാത്തത് കൊണ്ടുള്ള ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ എന്തുകൊണ്ട് അവരെ റോഡ് മാർഗം കൊണ്ടുപോയി എന്നുള്ള ചോദ്യത്തിന് ഇന്ന് വരെ മറുപടി കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് ഇത്രയും സൈനികരെ അവരുടെ ജീവന് വില നൽകാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ പോലും മാനിക്കാതെ റോഡ് മാർഗം കൊണ്ടുപോയി? അങ്ങനെ ഒരു സംശയം പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പൗരനെങ്കിലും സർജിക്കൽ സ്ട്രൈക്ക് തിരിച്ചു നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഖണ്ഡിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരനെങ്കിലും അതിനെക്കുറിച്ച് സംശയം ഉന്നയിച്ചാൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത ഈ രാജ്യത്തെ ഗവൺമെൻറ്റിനുണ്ട്, ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കുണ്ട്, പ്രതിരോധ മന്ത്രിക്കുണ്ട്. ഒരു വാക്ക് അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ മാസ്റ്റർ പറഞ്ഞു ചോദ്യം ഇങ്ങോട്ട് എന്താടാന്ന് ചോദിച്ചാൽ എന്താടാന്ന് തിരിച്ച് ചോദിക്കാനുള്ള ആർജവമുള്ളവരാണ് ഇന്നത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞു. മാഷേ 71 അമേരിക്കയോട്
യുദ്ധക്കപ്പലുമായിട്ട് വരും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു അമേരിക്കയോട്, പാകിസ്ഥാനോടുമല്ല അമേരിക്കയോട് പറഞ്ഞു യുദ്ധക്കപ്പലുമായിട്ട് വരുന്നതൊക്കെ കൊള്ളാം, എൻ്റെ അതിർത്തി തടന്നു കഴിഞ്ഞാൽ ഒറ്റ എണ്ണം തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞ ആർജവമുള്ള പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. അന്നത്തെ ആർജവമൊക്കെ കൊണ്ട് അവരുണ്ടാക്കി വെച്ച എയറോസ്പേസുകളും സൈനിക സ്ഥാപനങ്ങളും ഒക്കെയാണ്. ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ പോകുമ്പോൾ ഉണ്ടല്ലോ ബ്രഹ്മോസ് എന്ന് പറയണ സ്ഥലമുണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഈ രാജ്യത്തിന് സംഭാവന ചെയ്തതായിട്ടുണ്ടോ? എന്നിട്ട് പറയണ 65 വർഷം കോൺഗ്രസ് ഭരിച്ചു എന്ത് ചെയ്തു എന്ന്. ഇവിടെ എന്തുണ്ടെങ്കിലും ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇവിടെ എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം അടിത്തറ പാകിയത് കോൺഗ്രസ് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ കയ്യിൽ ഒരൊറ്റ ആയുധം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ, അത് വർഗീയതയാണ്. ആ വർഗീയതയാണ് എല്ലാം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ്? ആരുടെ മകള്? ഖുർഷിദ് ആലം ഖാന്റെ മകള് വർഗീയത പറഞ്ഞു ഏപ്രിൽ 6-ാം തീയതി. അത് പറഞ്ഞത് കൊണ്ടാണ് പ്രധാനമന്ത്രി. എന്തൊരു പ്രസ്താവനയാണത് താങ്കൾ പറഞ്ഞത്? ഖുർഷിദ് ആലം ഖാന്റെ മകൾ പറഞ്ഞു. ഇപ്പൊ ദീപാനിലിന്റെ മകൻ അവിടെ നിന്ന് എന്തെങ്കിലും വർഗീയത പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒരാൾ പറയുമോ? അല്ലെങ്കിൽ ഒരാളിന്റെ മറുപടിയായിട്ട് എന്തെങ്കിലും വർഗീയത കൂടുതൽ പ്രചരിപ്പിക്കേണ്ട ഒരാളാണോ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്? എത്ര ബാലിശമായ കാര്യങ്ങളാണ് അങ്ങ് പറയുന്നത്. അദ്ദേഹത്തിന് പറയാൻ ഇന്ന് വരെ ഞങ്ങളുടെ വായിൽ ഇട്ട് തോണ്ടുന്നുണ്ടല്ലോ, രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ വായിലിട്ട് തോണ്ടുന്നുണ്ടല്ലോ വർഗീയത പറയാനായിട്ട്. ഒരക്ഷരം പോലും വർഗീയത കോൺഗ്രസ് പറയില്ല. കോൺഗ്രസിന് അങ്ങനെ പറഞ്ഞ് ഭരണം നേടേണ്ട ആവശ്യമില്ല. 2014 ഇവിടെ നമ്മുടെ വടകരയിൽ എന്താ സംഭവിച്ചത്? ുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, വടകര സീറ്റ് ശൈലജ ടീച്ചർക്ക് ജയിപ്പിച്ചു കൊടുക്കുമെന്നുള്ള നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ആ ഒരു ബന്ധം, അതാണ് അവിടെ ഇത്രയും വർഗീയത അവിടെ പറയാൻ കാരണം. ഷാഫി പറമ്പിൽ ഇന്നും ഇന്നലെയും തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആളല്ല. ഷാഫി പറമ്പിൽ പാലക്കാട് പോലുള്ള ഹിന്ദുക്കൾ കൂടുതലുള്ള ഒരു സ്ഥലത്തു നിന്ന് തന്നെയാണ്, കൽപ്പാത്തിയിൽ നിന്നൊക്കെയാണ് ഉൾപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജനപ്രതിനിധിയായിട്ട് വന്ന ഷാഫി പറമ്പിൽ വടകരയിലെ കഴിഞ്ഞ MP ആരായിരുന്നു? കെ മുരളീധരൻ. ആരായിരുന്നു? എന്തുകൊണ്ട് മുസ്ലിങ്ങൾ കെ മുരളീധരൻ വോട്ട് ചെയ്തു? അത് ജാതി നോക്കിയാണ് വോട്ട് ചെയ്തത്. അപ്പോ അവിടെ ഷാഫി വരുമ്പോൾ ഇങ്ങനെ ഒരു വർഗീയത പറഞ്ഞുകൊണ്ട് ശൈലജ ടീച്ചറിനെ ഒന്ന് സഹായിക്കാമെന്ന് BJP കരുതിയത് കൊണ്ടൊന്നും വടകരയിലെ ജനങ്ങളോ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോ ഇനി അതിന് നിന്നു തരില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് 2 പ്രാവശ്യം ഭരണം നേടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തിക്തഫലം ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പല രൂപത്തിൽ അനുഭവിക്കുന്നുണ്ട്. വികസനങ്ങൾ ഒറ്റ എണ്ണം പറയാനില്ലാത്തത് കൊണ്ട് പ്രധാനമന്ത്രി നേരിട്ടിറങ്ങി വർഗീയത പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. ഈ സ്റ്റുഡിയോയ്ക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങൾ കാണാം. ബൈപ്പാസുകൾ, അതുപോലെ ദേശീയപാത. ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ഇതിന്റെയൊക്കെ അടിസ്ഥാനം എവിടെ? ഇതിന്റെയൊക്കെ ഇങ്ങനെ പറയരുത്. ഇന്ത്യ ഉണ്ടായതും ഇന്ത്യയിലെ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതും ഈ 10 വർഷം കൊണ്ടാണെന്ന് നിങ്ങൾ ആരെയാണ് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഈ കൊച്ചു കുട്ടികളെങ്കിലും വിശ്വസിക്കുമോ ഇത്? വികസനം പറയൂ, അല്ലാതെ ഈ പിന്നെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന കാര്യങ്ങളും മുസ്ലിങ്ങളെ പാകിസ്ഥാനിലോട്ട് അയക്കും പറയുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ വികസനം പറയൂ. നിങ്ങൾ അടുത്ത 5 വർഷം ഭരണത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറയൂ, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്തെന്ന് പറയൂ. പല പദ്ധതികൾക്ക് അടിത്തറയിട്ടെന്ന് പറഞ്ഞു. ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടു, ശരിയാണ് കേട്ടോ. ശിലാസ്ഥാപനം അതുപോലെ ഉണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കിയത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ്. ഈ 10 വർഷം കൊണ്ടാണോ തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉണ്ടായത്? ഈ 10 വർഷം കൊണ്ടാണോ ഇവിടെ ബ്രഹ്മോസ് ഉണ്ടായത്? ഒരുപാട് മാറ്റങ്ങൾ. കൊച്ചി പോർട്ട് ഉണ്ടായത്? അതിലൊന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കൊച്ചിയിലുണ്ടായത് നരേന്ദ്രമോദിയുടെ 10 വർഷം കൊണ്ടാണ്. എന്തിനാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത്? ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. പക്ഷേ എങ്കിലും ഒരു മറുപടി പെട്ടെന്ന്. അല്ല, ഒരൊറ്റ വാക്കിൽ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ അനിൽ നമ്പ്യാരി. എല്ലാവർക്കും അറിയാമെന്നാണ് ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഷമാ മുഹമ്മദിനോട് മത്സരിക്കുന്ന ദീപ പറയുന്നത്. ദീപ, എന്നിട്ട് എന്റെ അമേഠിയിലെ ജനങ്ങൾക്ക് ഇത് മനസ്സിലായില്ല? വളരെ സിമ്പിൾ ആണ് എന്റെ ചോദ്യം. ഇപ്പൊ മനസ്സിലാവും. ഏതൊരു തനി സ്വഭാവം കാണിക്കരുതേ. ഇതുവരെ ഞാൻ നിങ്ങളോട് മാന്യമായിട്ട് സംസാരിച്ചത്. നിങ്ങൾ തോന്നിവാസം പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയിട്ടില്ല. താങ്കൾ തോന്നിവാസം പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയിട്ടില്ല. ആ പെണ്ണുമുള്ളിയോട് പദം മിണ്ടാതിരിക്കാൻ.
ഒരു മര്യാദ കാണിക്കാൻ പറ. നല്ല സംസ്കാരം. ഇതുവരെ ഞാൻ ആ സ്ത്രീയോട് തികച്ചും മാന്യമായിട്ടാണ് പെരുമാറിയത്. പക്ഷെ അവള് ഇതുവരെ വൃത്തിയോട് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ പറയുമ്പോഴത്തേക്കും അവര് കളകളാന്നില്ല അവിടുന്ന്. ഇതൊരു മര്യാദയാണോ? ജമാ മുഹമ്മദിനോടാണോ നിങ്ങൾ പഠിക്കാൻ മത്സരിക്കുന്നത്? രാഹുൽ ഗാന്ധി ഒന്നും അവിടെ മിണ്ടാതിരിക്കും. അവിടെ മിണ്ടാതിരിക്കാൻ പറ ആ സ്ത്രീയോട്. ആ സ്ത്രീയോട് മിണ്ടാതിരിക്കാൻ പറ. ആ സ്ത്രീയോട് മിണ്ടാതിരിക്കാൻ പറ. എന്താ വീട്ടിലെ കെട്ടിയോട് പറയുന്നത് എന്നോട് പറയുന്നത്? പ്രതികരിക്കാൻ നിന്നെ കെട്ടിയോനെടുത്ത് പ്രതികരിച്ചാൽ മതി കേട്ടോ. ചർച്ച പങ്കെടുക്കുമ്പോ സംസാരിക്കുമ്പോ വാഴക്കേറി പറയല. ഇതെന്താ ഇത്? എന്നിട്ടാണോ ഈ പെണ്ണും എന്റെ ഭാഷ കുറിച്ച് ഞാൻ പറഞ്ഞത്? എന്റെ ഭാഷ കുറിച്ച് നീ ഏതാണ് തട്ടിപ്പ് ചെയ്യണം? എന്റെ കുട്ടികളുണ്ട്, അവർ തട്ടിപ്പ് ചെയ്തോളാം. ഏതായാലും വേണ്ട. പക്ഷെ മര്യാദ കാണിക്കും. ചർച്ചയിൽ നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ വായക്കെട്ട് കോലിട്ട് കളിക്കുക. ഞാൻ ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം കോൺഗ്രസ് ചെയ്തതെന്ന്. അമേരിക്കയിലെ ജനങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യം ഉണ്ടാക്കി ഇതുവരെ കോൺഗ്രസിനെ ജയിപ്പിച്ച മണ്ഡലം ആ യുപിയിൽ പോലും ഇന്ന് അദ്ദേഹം ഗതി കിട്ടാത്ത പ്രേതമായിട്ട് ഓടുകയാണ്. എന്നിട്ടാണ് ഇവിടെ വന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. താങ്കൾ ചോദിച്ചല്ലോ എന്തൊക്കെയാണ് വികസനത്തെ കുറിച്ച് പറയാമെന്ന്. 60 കൊല്ലം കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയത് 7 IIT-കൾ. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇന്ത്യ ഉണ്ടാക്കിയത് 7 പുതിയ IIT-കൾ. ഇന്ത്യ രാജ്യത്ത് 60 കൊല്ലം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയത് 15 എയിംസുകൾ. ഇന്ന് 315 മെഡിക്കൽ കോളേജുകൾ. ഇതുവരെ ഇന്ത്യ രാജ്യത്തുള്ളതിനേക്കാൾ വിഭിന്നമായിട്ട് കാർഷിക മേഖലയ്ക്ക് 5 ഇരട്ടിയുള്ള ബതിരിക്കൽ, 3 ഇരട്ടി ഏകലവ്യ സ്കൂളുകൾ, വിശ്വകർമ്മക്ക് 13,000 കോടി രൂപ, തെരുവ് കച്ചവടക്കാർക്ക് സ്വനിധി പദ്ധതി, വിശ്വകർമ്മ സൊസൈറ്റികൾ. ഈ ഗവൺമെന്റിന്റെ ഗർഭസ്ഥ ശിശു മുതൽ ഈ രാജ്യത്തെ ഏത് വിഭാഗം ജനങ്ങളാണ് നരേന്ദ്രമോദി അതാ തുടങ്ങിയ പെണ്ണുങ്ങള് തുടങ്ങി അവര് വീണ്ടും ജനിച്ചു വീണ കുട്ടികൾ വരെ ശ്വാസം ഒന്ന് വാടക്ക് സഹോദരി ഒരു മര്യാദ കാണിച്ചത്. ഒരു മര്യാദ കാണിച്ചേ. ചർച്ചയ്ക്ക് വരുമ്പോ മിനിമം മര്യാദ പഠിച്ചുവാ. ചർച്ചയ്ക്ക് വരുമ്പോ മിനിമം മര്യാദ പഠിച്ചുവാ. എന്താണ് കാണിക്കുന്നത്? നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇത്. സമയം അതിക്രമിച്ചു. ഒരു ബഹുമാനം വേണ്ട മനുഷ്യരോട്, സംസാരിക്കുന്നവരോട്. ബഹുമാനം ഇപ്പൊ കണ്ടു ഞാൻ. എന്തായാലും ജനറൽ ഡിബേറ്റ് എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.